നമസ്കാരം. പ്രധാന വാർത്തകൾ. എല്ലാ റേഷൻ കടകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഈ മാസത്തെ റേഷൻ വിഹിതം ഇതുവരെ കൈപ്പറ്റാത്തവർ ഓഗസ്റ്റ് 31-നകം കൈപ്പറ്റണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സെപ്റ്റംബർ 1-ന് റേഷൻ കടകൾ അവധിയായിരിക്കും. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ 2-ന് ആരംഭിക്കും. AY കാർഡുടമകൾക്കും വെൽഫെയർ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ മാസവും തുടരും. ആഗോള അയ്യപ്പ സംഗമം പിന്തുണ പ്രഖ്യാപിച്ച് SNDP യോഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് SNDP യോഗവും പിന്തുണ പ്രഖ്യാപിച്ചു. ശരിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. സംഗമത്തിൽ പങ്കെടുക്കും. ആരും വിട്ടുനിൽക്കുന്നത് ശരിയല്ലെന്നും പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുമ്പ് എന്തു ചെയ്തു ചെയ്തില്ല എന്നതിലല്ല, ഇപ്പോഴെന്തു ചെയ്യുന്നു എന്നതിലാണ് പ്രസക്തിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമലയുടെ പേരും പ്രശസ്തിയും ലോകമാകെ എത്തിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. എല്ലാവരും പങ്കെടുക്കുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. പാലക്കാട് മീനാക്ഷിപുരത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി ആദിവാസി ശിശു മരിച്ചു. പോഷകാഹാരക്കുറവ് നേരിടുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചത്. മീനാക്ഷിപുരം സർക്കാർ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിപൻ സംഗീത ദമ്പതികളുടെ പെൺകുഞ്ഞ് കനിഷ്കയാണ് മരിച്ചത്. പാൽ നൽകുന്നതിനിടെ അനക്കമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുഞ്ഞ് പോഷകാഹാരക്കുറവ് നേരിട്ടിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഗർഭിണികൾക്ക് പ്രതിമാസം നൽകുന്ന 2000 രൂപയുടെ സഹായം ലഭിച്ചിട്ടില്ലെന്ന് അമ്മ സംഗീത ആരോപിച്ചു. 2 വർഷം മുമ്പ് ദമ്പതികളുടെ ആദ്യ പെൺകുഞ്ഞ് ഇതേ രീതിയിലാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ എലിവേറ്റഡ് ഹൈവേയിലെ തൂണിലിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. അപകടത്തിൽ ഒരു യുവതി അടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ ടെക്നോ പാർക്കിന് സമീപം നിയന്ത്രണം വിട്ട താർ വാഹനം എലിവേറ്റഡ് ഹൈവേയിലെ തൂണിലിടിച്ചാണ് അപകടമുണ്ടായത്. വാഹനം അമിത വേഗത്തിലായിരുന്നു. റേസിംഗിനിടെയാണ് അപകടമുണ്ടായതെന്ന സംശയം പോലീസിനുണ്ട്. ഈ സംഘത്തിൽ മറ്റ് വാഹനങ്ങളും ഉണ്ടായിരുന്നതായി വാഹനയാത്രികർ പറയുന്നു. നിയന്ത്രണം വിട്ട് തൂണിലിടിച്ച് താറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഓടിച്ചിരുന്ന ആളാണ് മരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസ്. മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നാളെ മുതൽ ഇക്കാര്യത്തിൽ നടപടി തുടങ്ങും. രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാ താരവും മുൻ മാധ്യമപ്രവർത്തകയുമായ റിനിയാൻ ജോർജ്, ട്രാൻസ്വുമൺ അവന്തിക അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കും. രാഹുലിനെതിരെ 10 പരാതികളാണ് ലഭിച്ചത്. എന്നാൽ ആരോപണം ഉന്നയിച്ചവരാരും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത്.